നമസ്കാരം. നിലമ്പൂരിൽ UDF ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ടുള്ള PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പറ്റിയും പ്രതിപക്ഷത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. അതായത് PV അൻവർ ഒരിക്കലും പുറത്തു വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന, PV അൻവർ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന നിലമ്പൂർ ഇലക്ഷനിൽ PV അൻവർ പിന്തുണയ്ക്കുന്ന പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കാൻ പോകുന്ന ചില വീഡിയോകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. പ്രതിപക്ഷത്തെ പറ്റി PV അൻവർ പറയുന്ന ഒരു പ്രതികരണമുണ്ട്. അതാദ്യം നമുക്കൊന്ന് കാണാം. പ്രതിപക്ഷത്തെ ഇപ്പോ വല്ലാതെ അങ്ങ് സുഖിപ്പിക്കുകയാണല്ലോ. പഞ്ചപുച്ഛമടക്കി ഇപ്പോ സതീശന്റെ ഒക്കെ കാലിൽ കിടക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷത്തെ പറ്റി ഇദ്ദേഹം MLA ആയിരുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ഭരണത്തോടൊപ്പം നിന്ന് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കി എങ്ങനെയെല്ലാം ഈ സംസ്ഥാനത്തെ പുറകോട്ടടിക്കാൻ സാധിക്കുമോ അതിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടുമായി പ്രതിപക്ഷം പോകുമ്പോൾ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും കേട്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇപ്പോ PV അൻവർ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് പറയുന്നത് ഈ അവസരവാദ രാഷ്ട്രീയം എന്നാണ്. തികഞ്ഞ അവസരവാദിയായിട്ടുള്ള PV അൻവർ UDF എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടി ഇപ്പോ പ്രതിപക്ഷത്തെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. PV അൻവർ അന്ന് പറഞ്ഞത് എല്ലാവരും കണ്ടല്ലോ. അല്ലെങ്കിലും വികസന വിരോധികളാണ് UDF എന്ന് ആർക്കാണ് അറിയാത്തത്? 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. എല്ലാ മേഖലയും തകർത്ത് തകിടം മറിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങിയത് അല്ലെ? ഇന്നെന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതാണ്. അപ്പോ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. PV അൻവറിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതിനെക്കുറിച്ചും PV അൻവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ മാതൃകയാക്കി എന്ന് മാത്രമല്ല, ലോകത്തെ പല രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ കൂടി കേരളത്തിൻ്റെ ജനകീയ ഭരണത്തെ വിലയിരുത്താൻ കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത്. നാടിൻ്റെ നാടിവിടെ പറയുന്ന, സാധാരണ ജനങ്ങളുടെ വേദനകൾ അറിയുന്ന, വളർന്നു വരുന്ന യുവത്വത്തിൻ്റെ ആവേശമായി അവർക്ക് തൊഴിൽ നൽകാൻ നാടിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകാൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. വ്യവസായ മേഖല ഞാൻ പറയേണ്ടതില്ല. ഒരു വർഷം 1 ലക്ഷം സംരംഭകത്വം എന്ന് പറഞ്ഞു തുടങ്ങിയത് ഏകദേശം 2 ലക്ഷത്തോളം സംരംഭകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത വികസനവും, സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണവും, എല്ലാവർക്കും വസ്ത്രവും, അതിനൊപ്പം എല്ലാവർക്കും പാർപ്പിടവും, എല്ലാവർക്കും ഭൂമിയും, എല്ലാ ഭൂമിക്കും രേഖയും, എല്ലാവർക്കും വീടും നൽകി കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി. ഇതാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശക്തി. നിങ്ങൾ ആര് തകർക്കാൻ ശ്രമിച്ചാലും, എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും, കേരളത്തിൽ 2.5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു ഭരണം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇപ്പോഴുള്ള സീറ്റിന്റെ അപ്പുറത്തേക്ക് ഈ സൽഭരണവുമായി മുന്നോട്ട് പോകും. ഇനി നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, LDF സർക്കാർ ഒരു രീതിയിലുള്ള വികസനവും നടത്തിയിട്ടില്ല എന്നാണല്ലോ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗീർവാണം. അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ വോട്ട് മേടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പറയുന്ന പുതിയ തന്ത്രം. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർക്കാരും മന്ത്രിമാരും ചെയ്തു തന്നിട്ടുള്ളതെന്ന് ഈ അമ്പർക്ക തന്നെ പറയും. അതൊന്ന് കേൾക്കാം. ഈ ഗവൺമെന്റ് അതിശക്തമായി മുന്നോട്ട് പോകും. നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു.
2000-ൽ പരം കോടി രൂപയുടെ വികസനം ഈ നാടിന് സാധ്യമാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വേദിയിലിരിക്കുന്നത്. ഈ വേദിയിലേക്ക് കടന്നു വരാൻ നിലമ്പൂരിന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഗവൺമെന്റ് നൽകിയ പിന്തുണയാണ്. 2223 വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനമായി 786 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ജലസേചന മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കാതെ, നിങ്ങളോട് നന്ദി പറയാതെ ഞങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഗവൺമെന്റ് നൽകിയ സഹായം ഈ നാട്ടിലെ നാനാജാതി മനസ്ഥർക്കും നാനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും ആശ്വാസമേകിയ ഈ ജനത, ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോടുള്ള നന്ദി സൂചകമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകിച്ചും എന്നും നിലമ്പൂരിന്റെ മലയോര മനുഷ്യരെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച ബഹുമാന്യനും ആദരണീയനുമായ ഈ നാടിലെ ജനങ്ങളോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉള്ളു തുറന്ന നന്ദി ഈ അവസരത്തിൽ ഈ ജനതയ്ക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തത്ത പറയുന്നത് പോലെ നിലമ്പൂരിലെ ഈ അമ്പർക്കാർ പറയുന്നത് എല്ലാവരും കേട്ട് കാണും. ഇതുകൊണ്ടാണ് കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നത് ഇങ്ങേരെ എടുത്ത് നമ്മൾ ചുമലിൽ വെക്കരുത് എന്നാണ്. കോൺഗ്രസുകാർ ഇപ്പോൾ തന്നെ PV അൻവറിന്റെ പേരും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അടിയും ഇടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ പൊട്ടിത്തെറിയാണ് PV അൻവറിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശനെതിരെ എത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ്. VD സതീശനെ എന്ത് പേരിട്ടാണ് വിളിച്ചതെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. മാത്രമല്ല, VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം, പുനർജനിക്കസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിച്ച അഴിമതി ആരോപണം, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളെ ഇപ്പൊ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നു കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിനോടും ഒക്കെ വലിയ അവമതിപ്പുള്ള മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ചേർന്ന ഈ മുതലിനെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുകയാണ് VD സതീശനും സംഘവും ഒക്കെ. എന്തോ ആയിക്കോട്ടെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും PV അൻവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, PV അൻവർ പറയുന്ന ഓരോ നുണയ്ക്കും PV അൻവർ തന്നെ പറഞ്ഞിട്ടുള്ള ഇത്തരം മറുപടികളിലൂടെ മറുപടി തരും എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി, ഇതാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശക്തി. നിങ്ങൾ ആര് തകർക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും കേരളത്തിൽ 2.5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു ഭരണം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇപ്പോഴുള്ള സീറ്റിന്റെ അപ്പുറത്തേക്ക് ഈ സൽഭരണവുമായി മുന്നോട്ട് പോകും.